Hi, hello, welcome to Competitive Cracker. എൻ്റെ പേര് ലെനീന PS. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിൽ നിന്നും PSC കെമിസ്ട്രിയിൽ നിന്നും ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ടോപ്പിക്ക് ലോഹങ്ങളാണ്. ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10th ലെവൽ എക്സാം ആണെങ്കിലും +2 ലെവൽ ആണെങ്കിലും ഏതൊരു PSC എക്സാമിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ലോഹങ്ങൾ. അപ്പോൾ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ പീരിയോഡിക് ടേബിൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ലോഹങ്ങളുടെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ലോഹങ്ങളുടെ? മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, അതിൽ ഏറ്റവും മാലിബിലിറ്റി കൂടിയ ലോഹം ഏത്, ഡക്റ്റിലിറ്റി കൂടിയ ലോഹം ഏത്, ഇങ്ങനെ ഓരോ ലോഹങ്ങളുടെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. അങ്ങനെ ലോഹങ്ങളെ പറ്റി പൊതുവായ ഒരു ധാരണ നമുക്ക് വേണം അല്ലെ? PSC പഠിക്കുമ്പോൾ ലോഹങ്ങളെ പറ്റി പൊതുവായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് LDC 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓസ്മിയം, മെർക്കുറി, ക്രോമിയം, ഇറിഡിയം. ഏതാണ് കാഠിന്യം കൂടിയ ലോഹം? ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം എന്ന് പറയുന്നത് ക്രോമിയം ആണ്. ക്രോമിയം, ഇതാണ് ക്രോമിയം മെറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ക്രോമിയത്തിനാണ് ഏറ്റവും കാഠിന്യം കൂടുതൽ, ക്രോമിയത്തിനാണ്. അപ്പൊ ഇതുപോലുള്ള ലോഹങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏറ്റവും താഴ്ന്ന കാഠിന്യമുള്ള ലോഹം ഏത്? ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയമാണ്. ഇനി താഴ്ന്ന കാഠിന്യം വളരെ കുറഞ്ഞ ലോഹം ഏതാണ്? സീസിയം ആണ്. ഏറ്റവും കാഠിന്യം കുറഞ്ഞ ലോഹം സീസിയം ആണ്, സീസിയം. ഇനി ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം, ഉയർന്ന ദ്രവണാങ്കം എന്ന് പറയുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് കൂടിയത് അല്ലെങ്കിൽ ദ്രവണാങ്കം ഉയർന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ 3422 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റന്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത്. അത്രയും ചൂട് കൊടുത്താൽ മാത്രമേ അത് മെൽറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ദ്രവണാങ്കം കൂടിയ ലോഹം ടങ്സ്റ്റൺ ആണ്. നെക്സ്റ്റ്, ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം. താഴ്ന്ന ദ്രവണാങ്കം എന്ന് പറയുമ്പോൾ ദ്രവണാങ്കം വളരെ കുറവാണ്, മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. ഇത് -39 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മെർക്കുറിയാണ് താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം എന്ന് പറയുന്നത്. മെർക്കുറി മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എന്ന് പറയുന്നത് -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ്, ഏറ്റവും ഉയർന്ന തിളനില ഉള്ള ലോഹം ഏത്? ഉയർന്ന തിളനില, തിളനില എന്ന് പറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടിയ ലോഹം എന്ന് പറയുന്നത് റീനിയം ആണ്. റീനിയം 5590 ഡിഗ്രി സെൽഷ്യസ് ആണ് റീനിയത്തിന്റെ തിളനില. തിളനില കൂടിയ ലോഹം റീനിയമാണ്. ദെൻ ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം മെർക്കുറി. ഏറ്റവും താഴ്ന്ന തിളനില മെർക്കുറിക്കാണ്. 357 ഡിഗ്രി സെൽഷ്യസ് ആണ് മെർക്കുറി. അപ്പൊ ഓർത്തു വെക്കുക, ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കവും ഏറ്റവും താഴ്ന്ന തിളനിലയും മെർക്കുറിക്കാണ്. ദ്രവണാങ്കം താഴ്ന്നതും തിളനില താഴ്ന്നതും മെർക്കുറി ലോഹത്തിനാണ്. അടുത്തതായിട്ട് ഏറ്റവും ഉയർന്ന സാന്ദ്രത ഉള്ള ലോഹങ്ങൾ. സാന്ദ്രത കൂടിയ ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഓസ്മിയം, ഇറിഡിയം എന്നിവയാണ് ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹങ്ങളായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓസ്മിയം, ഇറിഡിയം ഇവയാണ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹങ്ങൾ. ഓക്കെ, അടുത്തത് ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം ലിഥിയം ആണ്. സാന്ദ്രത വളരെ കുറഞ്ഞ ലോഹം എന്ന് പറയുന്നത് ലിഥിയം ആണ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം എല്ലാവർക്കും അറിയാം അല്ലെ? ദ്രാവകാവസ്ഥയിൽ കാണുന്ന ഒരേ ഒരു ലോഹം ഏതാണ്? മെർക്കുറി. ബാക്കിയുള്ള പീരിയോഡിക് ടേബിളിലെ ബാക്കി എല്ലാ ലോഹങ്ങളും നമുക്ക് ചുറ്റുമുള്ള ഏതൊരു ലോഹം എടുത്താലും അത് ഖരാവസ്ഥയിലാണ് കാണുന്നത്. ദ്രാവകാവസ്ഥയിൽ കാണുന്ന ഒരേ ഒരു ലോഹം എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ്? ബ്രോമിൻ ആണ്. ബ്രോമിൻ ആണ് ദ്രാവകാവസ്ഥയിൽ കാണുന്ന അലോഹം. ഇത് അലോഹവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ അലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ കാണുന്നുണ്ട്. അതിൽ ദ്രാവക അവസ്ഥയിൽ കാണുന്ന ഒരേ ഒരു അലോഹമാണ് ബ്രോമിൻ. ദ്രാവകാവസ്ഥയിൽ ഒരു അലോഹം മാത്രമേ കാണുന്നുള്ളൂ, അത് ബ്രോമിൻ ആണ്. നെക്സ്റ്റ്, കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹം ഏത്? ആദ്യമായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിച്ച ലോഹമാണ് ടെക്നീഷ്യം. ടെക്നീഷ്യം. നെക്സ്റ്റ്, പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹം. രാസപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹം ഏതാണ്? പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം, സ്വർണം പോലെയുള്ള ലോഹങ്ങൾ വളരെ കുറഞ്ഞ രാസപ്രവർത്തനമാണ്. അടുത്തതായിട്ട് ഉയർന്ന താപചാലകത ഉള്ള ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ, ഉയർന്ന താപചാലകത എന്ന് പറയുമ്പോൾ സിൽവർ ആണ് അല്ലെ? സിൽവറിനാണ് ഏറ്റവും കൂടുതൽ താപത്തെ കടത്തിവിടാനുള്ള കഴിവ്. അപ്പൊ സിൽവർ ആണ് ഉയർന്ന താപചാലകതയുള്ള ലോഹം. താപചാലകത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? താപചാലകത ഏറ്റവും കുറഞ്ഞ ലോഹം ലെഡ് ആണ്. നെക്സ്റ്റ്, റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ശുദ്ധലോഹം. റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? അത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ ആണ് റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ലോഹം എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലാറ്റിനം ആണ്. അതേപോലെ സ്വർണവും വരും. ക്രിയാശീലത രാസപ്രവർത്തനം തന്നെ, അത് ഏറ്റവും കുറഞ്ഞ ലോഹം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് വളരെ കുറവാണ്. അങ്ങനെയുള്ള ലോഹങ്ങൾ പ്ലാറ്റിനവും സ്വർണവുമാണ് വരുന്നത്.
അപ്പൊ ലോഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി, പൊതുവായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിരിക്കണം. അതിന്റെ കൂടെ തന്നെ മറ്റു ചില പ്രോപ്പർട്ടീസ് കൂടെ, എന്തൊക്കെയാണ്, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോറിറ്റി എന്നീ പ്രോപ്പർട്ടീസും കൂടെ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ലോഹങ്ങൾ, അലോഹങ്ങൾ, ഇതിനെ പറ്റി. അതേപോലെ കെമിസ്ട്രി പഠിക്കുമ്പോൾ മറ്റു ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടല്ലേ, പീരിയോഡിക് ടേബിൾ, ആസിഡ്, ബേസ്, സോൾട്ട്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ലോഹങ്ങളുടെ പൊതുവായ ചില സവിശേഷതകളാണ് അല്ലേ. അപ്പൊ ലോഹങ്ങളുടെ മറ്റു ചില പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ലോഹങ്ങളുടെ പൊതു സവിശേഷതകൾ ഏതൊക്കെയാണ്? ലോഹങ്ങൾ മാലിബിലിറ്റി കാണിക്കുന്നുണ്ട്. മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോറിറ്റി, തിളക്കം, സർഫസിൽ തിളക്കം കാണിക്കുന്നത്, ഇതൊക്കെ ലോഹങ്ങളുടെ പ്രത്യേകതകളാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചിരിക്കണം. ഏറ്റവും മാലിബിൾ മെറ്റൽ ഏതാണ്? മാലിബിലിറ്റി കൂടിയ ലോഹം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. ഇനി ഡക്റ്റിലിറ്റി കൂടിയ ലോഹവും സ്വർണ്ണമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഇതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് മുന്നിൽ വരാനിരിക്കുന്ന മെയിൻ എക്സാം ആണ് കമ്പനി ബോർഡ് LGS. അപ്പോൾ ഇവിടെ CCയിൽ കമ്പനി ബോർഡ് LGSന്റെ മെയിൻ ബാച്ചസ് തുടങ്ങിയിട്ടുണ്ട്. ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസോട് കൂടി, മെന്റർഷിപ്പോട് കൂടിയുള്ള ക്ലാസ്സസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, ഈ ഒരു എക്സാമിന് വേണ്ടി ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേലെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്